മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവർക്കും നമസ്കാരമുണ്ട് മക്കളെ നമ്മൾ അയാം കലാം കെ ബഹാൻ എന്ന ചാപ്റ്ററൊക്കെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ, A+ നിർണ്ണയിക്കുന്ന 100% സാധ്യതയുള്ള ലിസ്റ്റിൽ പെടുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഒരു വാർത്താലാപം എഴുതാനോ അല്ലെങ്കിൽ പടുക്കഥ എഴുതാനായിരിക്കും. മിഹിറും മോർപ്പാലും ലഞ്ച് ബ്രേക്ക് സമയത്ത് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റുന്നുണ്ട്. ആ സമയത്തുള്ള വാർത്താലാപ് അല്ലെങ്കിൽ പടുക്കഥ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നടക്കുന്ന സംഭാഷണത്തിന്റെ വാർത്താലാപ് അല്ലെങ്കിൽ പടുക്കഥ എന്നാണ് വരുന്നത്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ചോദ്യം നമുക്ക് അയാം കലാം കെ ബഹാൻ എന്ന പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? ഇതാണ് ചോദ്യം വരുന്നത്. ഖേൽ ഖണ്ഡീമേം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലേഖക് മിഹിർ और मोरपाल के बीच हुए वार्तालाप के പടുക്കഥ തയ്യാർ कीजिए. വാർത്താലാപ് കെ പടുക്കഥ തയ്യാർ कीजिए എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നടക്കുന്ന സംഭാഷണത്തിന്റെ പടുക്കഥ എഴുതാൻ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നടക്കുന്ന വാർത്താലാപ് തയ്യാർ कीजिए എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് കോൺവെർസേഷൻ മാത്രം എഴുതിയാൽ മതി. പക്ഷേ വാർത്താലാപിന്റെ പടുക്കഥ എഴുതാൻ പറയുന്ന സമയത്ത് അവിടെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് എഴുതണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്ഥാൻ സ്കൂളാണ്, ഓക്കെ, സ്ഥാൻ, സമയ, പാത്ര, ഉമ്ര, വേഷഭൂഷ എന്നീ കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതണം. ഒപ്പം നോക്ക്, സ്ഥാൻ സ്കൂളാണ്, സമയ് 1 ബജെ, ലഞ്ച് ബ്രേക്ക് സമയം 1 മണിയാണല്ലോ. പാത്ര മിഹിർ और മോർപാൽ, ആ സമയത്ത് അവർ മാറി ഇരുന്ന് കഴിക്കുകയാണ്, മിഹിറും മോർപാലും ആണ്. പാത്രവും ഉമ്ര ലഗ്ഭഗ് 13 സാൽ, ഏതാണ്ട് 13 വയസ്സ്, ഓക്കെ, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഏതാണ്ട്. വേഷഭൂഷ നീലി കാക്കി സ്കൂൾ യൂണിഫോം, രണ്ടുപേരും നീല കാക്കി സ്കൂൾ യൂണിഫോമാണ് അണിഞ്ഞിരിക്കുന്നത്. ചാൽചലൻ, ആ സമയത്ത് ചാൽചലൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബോഡി ലാംഗ്വേജ് ആൻഡ് മൈൻഡ് ആണ് അവരുടെ. മുസ്കുരാത്തെ ചേഹരെ, പുഞ്ചിരിക്കുന്ന മുഖം, ഓർ ഖുഷി ഖദിൽ, സന്തോഷത്തിൻ്റെതായ മനസ്സ്. ഇത്രയുമാണ് പടുക്കഥയുടെ ആദ്യ ഭാഗമായി നമ്മൾ എഴുതേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കോൺവെർസേഷൻ ആണ് എഴുതുന്നത്. കോൺവെർസേഷൻ ചോദിച്ചാൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, പടുക്കഥ ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ കൂടി എഴുതണം. അപ്പോൾ കോൺവെർസേഷൻ എഴുതുമ്പോഴും പടുക്കഥ എഴുതുമ്പോഴും നമ്മൾ സന്ദർഭം എഴുതണം. ഇതാണ് സന്ദർഭം. മിഹിർ और മോർപാൽ ഖാനെ കി തയ്യാരി മെഹെ, മിഹിർ മോർപാലും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, മോർപാൽ, അരേ മിഹിർ ജൽദി ആവോ, മിഹിറെ ഒന്ന് വേഗം വാ. മിഹിർ, അഭി ആത്താ ഹോ, ദാ ഇപ്പോ വരാം. മിഹിർ ടിഫിൻ ലേക്കർ ആത്തെ, മിഹിർ ടിഫിൻ ബോക്സുമായിട്ട് വരുന്നു. മോർപാൽ, ഹം ഖാനാ ഖായെങ്കെ, നമ്മൾ ഭക്ഷണം കഴിക്കാം എന്ന്. അപ്പൊ മിഹിർ പറഞ്ഞു, ठीक है ശരി, ഹം ഖായെങ്കെ, നമ്മൾ കഴിക്കാം. ദോനോ ടിഫിൻ കോൽത്തെ, രണ്ടുപേരും ടിഫിൻ ബോക്സ് തുറക്കുന്നു. അപ്പൊ മോർപാൽ, വാ തുമാരെ ടിഫിൻ ബോക്സ് മേ യേ ക്യാ ഹേ, നിന്റെ ഈ ടിഫിൻ ബോക്സിൽ എന്താണ് മോനെ ഇത്? അപ്പൊ മിഹിർ പറയാ, യേ തോ രാജമാ ഹേ മോർപാൽ, ഇത് രാജമയാണ് മോർപാലെ. അപ്പൊ മോർപാൽ പറയാ, ആജ് തക്ക്, ഇന്ന് വരെ ഞാൻ രാജമ ന ദേഖാവൂ, എന്നാൽ ഞാൻ രാജസ്ഥാൻകാരനൊക്കെയാണ്, പക്ഷെ ഇന്ന് വരെ ഞാൻ രാജമ കണ്ടിട്ടില്ല. ന ഖായാഹു, ഞാൻ കഴിച്ചിട്ടുമില്ല. അപ്പൊ മിഹിർ പറയാ, യേ തോ മേരെ ലിയേ, എന്നാൽ എന്നെ സംബന്ധിച്ച്, നീ കണ്ടില്ലായിരിക്കാം, എന്നെ സംബന്ധിച്ചിടത്തോളം സാമാന്യ ചീസ്, ഒരു സാധാരണ ചീസ് സാധനമാണ്. ആജ് തുമ്നെ ക്യാ ലായാ ഹേ, ആട്ടെ നീ എന്താണ് ഇന്ന് കൊണ്ടുവന്നത്? അപ്പൊ മോർപാൽ അതിന് മറുപടി പറയാണ്, മേ തോ ചാഞ്ച് ലായാഹു, ഞാൻ മോരാണ് കൊണ്ടുവന്നത്, സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നത്. അവൻ ചോറിന് രാജമ കൊണ്ടുവന്നു, ഞാൻ ചോറിന് മോരാണ് കൊണ്ടുവന്നത്. അപ്പൊ മിഹിർ, വാ ചാഞ്ച്, മോരോ, ബോത്ത് അച്ചാ ഹുവ, വളരെ നന്നായി. മേരാ രാജമ ചാവൽ, എന്റെ രാജമയും ചോറും, തും ഖാവോ, നീ തിന്നു. ചാഞ്ച് മേരെ ലീതോ, ആ മോര് എനിക്ക് കൊടുക്കുക. ദോനോം, രണ്ടുപേരും ഖാന ഭക്ഷണം, അദലാ ബദലി, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എക്സ്ചേഞ്ച് ചെയ്തിട്ട് കർക്കെ കാത്തെ തിന്നാൻ തുടങ്ങുന്നു. അപ്പൊ തിന്നാൻ തുടങ്ങിയപ്പോ മോർപാൽ പറയാ, തുമാരെ ചാവൽ, മോനെ നിന്റെ ചോറും ഓർ രാജമ, ഈ രാജമ പയറും ബഹുത്ത് സ്വാദിഷ്ടകെ, എന്തൊരു സ്വാദിഷ്ടമാണ്, എന്തൊരു രുചിയാണ്. അപ്പൊ മീർ പറയാ, എന്താ നിനക്കൊന്ന് കേൾക്കണ്ടേ മോർപ്പാലെ, തുമാരെ നിന്റെ സബ്ജി, പച്ചക്കറിയും, ചാവൽ, ചോറും, അതിലേക്ക് മോരും അങ്ങോട്ട്, ഓർ ചാഞ്ചിബി, അതിലേക്ക് മോരും അങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടിപ്പിടിച്ചപ്പോൾ ബഹുത്ത് ബടിയ ഹൈ, ബടിയ എന്ന് പറഞ്ഞ ഗംഭീരം, സൂപ്പർ. ഓക്കെ, അപ്പൊ മോർപ്പാൽ പറഞ്ഞു, തോ ഹം ഏക് കാം കരേ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആജ് സെ, ഇന്ന് മുതൽ, ഹർ ദിൻ, എല്ലാ ദിവസവും, ഹമാര ഖാന, നമ്മുടെ ഭക്ഷണം, അദലാ ബദലി, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് കർക്കെ ഖായെങ്കെ, ചെയ്ത് കഴിക്കാമെന്ന്. അപ്പൊ മിഹിർ പറയാ, ജറൂർ, തീർച്ചയായിട്ടും, സച്ചുമുച്ച് സത്യത്തിൽ യൂത്തോ, ഇതാകട്ടെ ബഡി, വളരെ ഖുഷിക്ക് ബാത്തുക, സന്തോഷമുള്ള കാര്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പടുക്കഥ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താലാപ് അയാം കലാം കെ ബഹാൻ എന്ന ചാപ്റ്ററിൽ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഇതാണ്, ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ അയാം കലാം നാമക് സിനിമ കാ പ്രദർശനം ഹോനെ വാലാ ഹൈ, ഈ സിനിമയുടെ ബന്ധപ്പെട്ട ഫിലിമി ലേഖനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അയാം കലാം എന്ന് പറഞ്ഞ സിനിമ കണ്ട സമയത്താണ് മിഹിറിന് ഇങ്ങനെ ഒരു ലേഖനം എഴുതാൻ തോന്നിയത്.
അപ്പൊ നമുക്കും സ്കൂളിൽ ഈ ഒരു സിനിമ കാണണം എന്നുള്ള ചർച്ച നടന്നു. അപ്പൊ അതൊരു ദിവസം സ്കൂൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ കുട്ടികളെയും വേണ്ടി ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റർ എങ്ങനെ എഴുതാം? 4 മാർക്കാണ്. പ്രദർശൻ ഹോനെ വാല ഇസ്കാ സന്ദേശ് ദേത്തെ ഹുയേ एक പോസ്റ്റർ തയ്യാർ കീജിയെ. ഇതിന്റെ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ ഇതാനാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഇതാണ് ആ പോസ്റ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്ററാണ്. നമുക്ക് ക്വാർട്ടർലി എക്സാമിനേഷനിൽ പോസ്റ്റർ വരും. അപ്പൊ ഏതൊക്കെ പാഠങ്ങളിൽ? വീർബഹൂട്ടിന്ന് പോസ്റ്റർ വരില്ല. പിന്നെ നമുക്ക് വരുന്നത് തൂട്ടാപ്പഹിന്ന് പോസ്റ്റർ വരില്ല. പിന്നെ നമുക്ക് വരുന്നത് ഹതാശ സേക്ക് വ്യക്തി ബൈറ്റുക എന്നുള്ള പാഠമാണ്. അതിൽ നിന്ന് 3 തരം പോസ്റ്ററുകളുണ്ട്. 3 തരം പോസ്റ്ററുകളുണ്ട്. ആ പോസ്റ്ററും ഒന്ന് ഇതും 4 പോസ്റ്ററുകളും ഒന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യത്തിന്റെ സ്റ്റൈൽ മാറിയാലും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പോസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്, ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ട്. അപ്പോ നിങ്ങളുടെ സ്കൂളിൽ അയാം കലാം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രദർശനം നടക്കാൻ പോകുന്നു. ഇതിന്റെ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആൻസർ പേപ്പറിൽ പരമാവധി വലുപ്പത്തിൽ, ഫുൾ ഷീറ്റ് ആണെങ്കിൽ ഫുൾ ഷീറ്റ്, പരമാവധി വലുപ്പത്തിൽ ഡിസൈൻ ചെയ്ത് ബോർഡർ ചെയ്തുകൊണ്ട് അതിന്റെ അലൈൻമെന്റ് ഒക്കെ സെറ്റാക്കി വൃത്തിയും വെടുപ്പോട് കൂടി മനോഹരമായിട്ട് തരണം. പേനയും പെൻസിലും മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, പേനയും പെൻസിലും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ അത് വളരെ മനോഹരമായി ആ വരികളൊക്കെ നിശ്ചിത അകലം കീപ്പ് ചെയ്ത് വലിപ്പം കൂട്ടേണ്ട വരികളെ വലിപ്പം കൂട്ടി, ചെറുതാക്കി അതിനെ മൊത്തത്തിൽ എത്ര വരികൾ ഉണ്ടാവുന്ന ധാരണ ഉണ്ടാക്കി അതിനൊക്കെ ഒരു ഗ്രാഫൊക്കെ ഇട്ടുകൊണ്ട് വേണം നിങ്ങൾ അത് എഴുതാൻ. അങ്ങനെ എഴുതുന്ന സമയത്ത് മാത്രമേ പോസ്റ്ററിന് കെട്ടിലും മട്ടിലും ഒരു ഗാംഭീര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ആ പോസ്റ്ററിന് 4 മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ പോസ്റ്ററിൽ ടീച്ചർ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ വരികളും നിങ്ങൾ എഴുതി വെക്കുന്നു, ചെറിയ പോസ്റ്ററിന് പകരം ബസ് ടിക്കറ്റ് പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതി വെച്ചാൽ നമുക്ക് 4 മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് പോസ്റ്റർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പോസ്റ്ററിലേക്ക് തന്ന വരി എഴുതാനല്ല പറഞ്ഞത്, പോസ്റ്റർ ഡിസൈൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതണം. അപ്പോൾ മാത്രമേ 4 മാർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര വരികൾ നിങ്ങൾ പഠിച്ചാലും വീട്ടിൽ നിന്ന് ആദ്യം ഒരു ഫുൾ ഷീറ്റ് പേപ്പറിൽ, A4 ഷീറ്റ് പേപ്പറിൽ ബോർഡറൊക്കെ ഇട്ട് കൃത്യമായിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ ഒരു പക്ഷേ 10-20 മിനിറ്റ് സമയം നിങ്ങൾക്ക് എടുക്കും. അങ്ങനെ എടുത്ത കുട്ടി മാത്രമേ പരീക്ഷാ ഹാളിൽ 4 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 3-3.5 മിനിറ്റിൽ അധികം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം ആകെ പരീക്ഷയ്ക്ക് 1.5 മണിക്കൂറാണ് ഉണ്ടാകുക. 90 മിനിറ്റേ ഉണ്ടാവുള്ളൂ. 21ഓളം ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏതാണ്ട് ഒരു ക്വസ്റ്റ്യൻ ഒരു 4 മിനിറ്റിലധികം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ 4 മിനിറ്റിൽ ക്വസ്റ്റ്യൻ പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കണമെങ്കിൽ ആദ്യം വീട്ടിൽ നിന്ന് വരച്ച് നോക്കണം. 4-5 വരികളെ ഉണ്ടാവുകയുള്ളെങ്കിലും അതിനെ വരച്ച് ഡിസൈൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചൊരു കുട്ടിക്ക് മാത്രമേ അവിടെ 4 മിനിറ്റ് കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് വേണം, അല്ലാതെ പോസ്റ്ററിന് സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതാ ആദ്യം പോസ്റ്റർ ബോർഡറൊക്കെ ഇട്ട് വളരെ ഗംഭീരാക്കിയിട്ട് നീലമാധവ് പാണ്ഡേക്ക് എന്നുള്ളത് സിനിമ ഡയറക്ട് ചെയ്ത ആളിന്റെ പേരാണ്, നമ്മൾ ഓർത്ത് വെക്കണം. അയാം കലാം എന്നുള്ളത് നീലമാധവ് പാണ്ഡെയുടെ സിനിമയാണ്, നീലമാധവ് പാണ്ഡെയുടെ സിനിമയാണ്. അപ്പൊ നീലമാധവ് പാണ്ഡേക്ക് എന്നെഴുതി. പിന്നെ നമ്മൾ അയാം കലാം എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ നോക്കിയെടുത്ത് സിനിമാ പ്രദർശൻ, അതും ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാവുന്ന 10 ആഗസ്റ്റ് 2024 എന്നുള്ളത് നിങ്ങൾ ഏതൊരു ഡേറ്റ് കൊടുത്താലും മതി. സബേരെ 10 ബജെ, രാവിലെ 10 മണി എന്നാക്കാം. ഓക്കെ, ഇനി വൈകുന്നേരം 4 ബജെ എന്ന് വേണമെങ്കിൽ ആക്കുന്നതിന് കുഴപ്പമില്ല. ശ്യാംകോ 4 ബജെ എന്ന് ആക്കുന്നതിന് കുഴപ്പമില്ല. 10 മണി. സ്കൂൾ സഭാഗൃഹമേ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയമാണ്. സഭാഗൃഹം എന്ന് പറഞ്ഞാൽ സ്കൂൾ സഭാഗൃഹത്തിലാണ്. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ബോൾഡായിട്ട് ഇരിക്കാം. സ്കൂൾ ഹിന്ദി ക്ലബ്ബ്, സ്കൂൾ ഹിന്ദി ക്ലബ്ബാണ് ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത്. അതിന് ഒട്ടിക്കുന്ന ആളുടെ സംഘടനയുടെ അല്ലെങ്കിൽ ടീമിന്റെ പേരാണ് അടിയിൽ ഇരുന്നത്. ഇത്രയും ഉണ്ടായിരിക്കണം പോസ്റ്റർ ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ സത്യത്തിൽ എന്താണ് ഈ പോസ്റ്ററിൽ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ? ഇല്ല. നീലമാധവ് പാണ്ഡെ എന്നുള്ളത് ഡയറക്ടർ പേരാണ്, നമ്മൾ ഓർക്കണം. അയാം കലാം എന്ന് പറയുമ്പോൾ തന്നെ നീലമാധവ് പാണ്ഡെ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. പാഠം എഴുതിയിരിക്കുന്ന സിനിമ ലേഖനം എഴുതിയിരിക്കുന്നത് മിഹിറാണ്. ഓക്കെ, അയാം കലാം എന്നുള്ളത് ക്വസ്റ്റ്യനിലുണ്ട്, സിനിമാ പ്രദർശനം എന്ന ക്വസ്റ്റ്യനിലുണ്ട്. ബാക്കി കംപ്ലീറ്റ് നമ്മളെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇത്രയും ഭാഗം, സ്കൂളിലാണ് ഫംഗ്ഷൻ നടക്കുന്നതെങ്കിൽ സ്കൂളിൽ നടക്കുന്ന ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോസ്റ്റർ ചെയ്തുമ്പോൾ ഇത്രയും ഭാഗം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഡേറ്റ് ഉണ്ടായിരിക്കണം, സമയം ഉണ്ടായിരിക്കണം, ഓഡിറ്റോറിയം ആണ് പറഞ്ഞിരിക്കണം, സബ്കാ സ്വാഗത്, സ്കൂൾ ഹിന്ദി ക്ലബ്ബ്. ഇനി വേറെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് പറയുന്നതെങ്കിൽ ഹെൽത്ത് ക്ലബ്ബ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമ്മൾ മറന്നുപോകാതെ ആദ്യം ഒന്ന് വരച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു. ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.